കണ്ണനും രാഹുലും +2 പഠിക്കുന്ന സമയം. അവർ രണ്ടാളും കൊമേഴ്സാണ്. ബാക്കി ബാച്ചിലുള്ള കുട്ടികളെ പ്രോഗ്രാമുകൾക്കും മറ്റും കണ്ടുള്ള പരിചയമുണ്ടെന്നേ ഉള്ളൂ. അവരുമായിട്ടൊന്നും ഇവർ വലിയ കൂട്ടായിരുന്നു. അത് എല്ലാ ക്ലാസ്സുകളിലും അങ്ങനെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊമേഴ്സ് ബാച്ചിന് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണനും രാഹുലും സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞ് അവർ സ്കൂളിന് പുറത്തേക്കിറങ്ങി. രണ്ടാളും സൈക്കിളിലാണ് വരവും പോക്കും. അവർ സൈക്കിളെടുത്ത് റോഡിലേക്ക് ഇറങ്ങി. സ്കൂളിൻ്റെ തൊട്ടെതിർവശത്തായി ഒരു ചെറിയ കടയുണ്ട്. അവർ അവിടെ കയറി സിപ്പപ്പും വാങ്ങി പതിയെ സൈക്കിൾ ചവിട്ടി. സ്കൂൾ മെയിൻ റോഡിലല്ല, ഉള്ളിലേക്ക് കയറിയാണ്. അതുകൊണ്ട് തന്നെ അധികം വാഹനങ്ങളൊന്നും അതുവഴി വരാറില്ല. സ്കൂളിൻ്റെ ഏരിയ കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് പോകാൻ 2 വഴികളാണുള്ളത്. ഒന്ന് നേരെയും 2 ഇടത്തേക്കും. 2 വഴി പോയാലും മെയിൻ റോഡിലേക്കാണ് ചെല്ലുക. ഇടത്തോട്ടുള്ള വഴിയെ സാധാരണ സ്കൂൾ കുട്ടികളൊന്നും പോകാറില്ല. കാരണം ആ വഴി അത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ കുട്ടികൾ അവിടേക്ക് പോകുന്നതിന് വിലക്കിയിട്ടുണ്ട്. ആ വഴി നല്ല ഇടുങ്ങിയതാണ്. 1-2 കടകൾ മാത്രമുണ്ട്. അടുത്തൊന്നും വീടുകളുമില്ല. റോഡ് മിക്കപ്പോഴും വിജനമായിരിക്കും. കണ്ണനും രാഹുലും പതിവ് പോലെ നേരെയുള്ള വഴിയെ പോകാനായി തിരിഞ്ഞപ്പോൾ രാഹുലാണ് ആ കാഴ്ച കണ്ണനെ കാണിച്ചു കൊടുക്കുന്നത്. ഇടത്തുള്ള വിജനമായ ആ വഴിയിൽ ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് ചുറ്റും ബൈക്കിൽ 2 പേര്. പുറകിൽ നിൽക്കുന്നവൻ ആ കുട്ടിയുടെ യൂണിഫോം ഷോളിൽ പിടുത്തമിട്ടിട്ടുണ്ട്. അവൾ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടി തിരിഞ്ഞു നിൽക്കുവായതുകൊണ്ട് മുഖം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ദൂരത്തുനിന്ന് യൂണിഫോം കണ്ടിട്ട് അവർക്ക് മനസ്സിലായി അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന്. രാഹുലെ, വാടാ, പോയി നോക്കാം, കണ്ണൻ പറഞ്ഞു. രാഹുൽ സമ്മതത്തോടെ അവൻ്റെ സൈക്കിൾ എടുത്തു. രണ്ടാളും വേഗം ആ കുട്ടിയുടെ അടുത്തേക്ക് സൈക്കിൾ ചവിട്ടി. അവരെ കണ്ടതും ആ ബൈക്കിൽ വന്നവർ ഒന്ന് വിരണ്ടു. എന്താ ചേട്ടന്മാരെ ഇവിടെ? രാഹുൽ ശബ്ദമുയർത്തി ചോദിച്ചു. അത് ഈ കുട്ടിക്ക് ഇവിടെ ഒറ്റയ്ക്ക്, മുന്നിലിരുന്നവൻ പറഞ്ഞു. ഈ പെണ്ണ് ഒറ്റയ്ക്കായപ്പോൾ ചെന്നോണം അവളുടെ തുണി ഉരിയാൻ. നട്ടലിന് പകരം വാഴപ്പിണ്ടിയും ഫിറ്റ് ചെയ്ത് നടക്കുന്ന ഉടുപ്പില്ലാത്ത കുറേ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും. സൈക്കിളിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. ഡാഡാ, കൂടുതൽ ഡയലോഗ് ഞങ്ങളോട് വേണ്ട. അതിലൊരുത്തൻ കണ്ണന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വന്നതും രാഹുൽ തറയിൽ നിന്നും 2 പാറക്കല്ലെടുത്ത് അത് കണ്ടതും അവന്മാർ വിരണ്ടുകൊണ്ട് അവർക്ക് പിടികൊടുക്കാതെ ബൈക്കെടുത്തു പോയി. അവന്മാർ പോയതും അവർ കല്ല് അവിടെ ഇട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ മുഖമുയർത്തി അവരെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കണ്ണൻ അതിനെ കണ്ടപ്പോൾ അച്ചുവിനെയാണ് ഓർമ്മ വന്നത്. ഏയ് മോള് കരയണ്ടാട്ടോ, അവർ പോയി. കണ്ണൻ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോളുടെ പേര്? തനുശ്രീ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏത് ക്ലാസ്സിലാ? 9th-ലാ. ഈ വഴിയെ വരാൻ പാടില്ലെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ മോളെ ഇതുവഴി വന്നേ, അതും ഒറ്റയ്ക്ക്? കണ്ണൻ അവളുടെ മുടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. അത് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ചേട്ടാ. എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഫ്രണ്ടിന് ലീവായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് കോപ്പി എടുക്കണമായിരുന്നു നോട്ട്സ്. എന്നും എടുക്കാറുള്ള കട ഇന്ന് അടവാണ്. പിന്നെ ഈ വഴിയിലുള്ള കടയേ ഉള്ളൂ. അതാ ഞാൻ ഇതുവഴി വന്നത്. പിന്നെ കുറച്ച് ധൈര്യമൊക്കെ വേണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ശല്യം ചെയ്യാൻ വന്ന ഇടിച്ച് മൂക്ക് പരത്തിക്കോണം. പറയുന്നത് പോലെ എളുപ്പമല്ല ചെയ്യാനെന്നറിയാം. എന്നാലും അങ്ങനെയുള്ളവന്മാരുടെ മുന്നിൽ ഒന്നും നിങ്ങൾ പതറരുത്. പെണ്ണിൻ്റെ ശരീരത്തിൽ അവളുടെ സമ്മതമില്ലാതെ തൊടുന്നവന്മാരാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. അവരുടെ മുൻപിൽ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ. കണ്ണൻ പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ അവളെ വീടിൻ്റെ വഴി വരെ കൊണ്ടാക്കിയിട്ടാണ് കണ്ണനും രാഹുലും വീട്ടിലേക്ക് പോയത്. പിറ്റേന്ന് പതിവ് പോലെ ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് കണ്ണനെയും രാഹുലിനെയും കാണാൻ സയൻസ് ബാച്ചിൽ നിന്നും 2 പേര് വന്നത്. തരുണൻ, ആദി. ഇന്നലെ നിങ്ങൾ രക്ഷിച്ച തനുശ്രീ എൻ്റെ അനിയത്തിയാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്നറിയാം. എങ്കിലും പറയുവാണ്, ഒരുപാട് നന്ദിയുണ്ട്. തരുൺ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, നന്ദിയുണ്ട് വേണ്ടടോ. തനുവിനെ പോലെ ഒരാളെൻ്റെ വീട്ടിലുള്ളതാണേ, കണ്ണൻ പറഞ്ഞു. അവർ 4 പേരും പരസ്പരം പരിചയപ്പെട്ടു. അപ്പോഴവിടെ നടന്ന് വെറും ഒരു പരിചയപ്പെടൽ മാത്രമായിരുന്നില്ല, പുതിയൊരു സൗഹൃദത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. വിഭവസമൃദ്ധമായ ഊണിന് ശേഷം പായസവും കുടിച്ച് ഓരോരുത്തായി ഇരുന്ന് വിശ്രമിക്കുവാണ് എല്ലാവരും. കണ്ണനും രാഹുലും തരുണും ആദിയും കുളപ്പടവിലിരുന്ന് സംസാരത്തിലാണ്. ജാനകി അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടടാ? കണ്ണൻ തരുണിനെ നോക്കി ചോദിച്ചു. ആ അമ്മയ്ക്ക് ഇപ്പോഴും പ്രതീക്ഷ നശിച്ചിട്ടില്ല. എന്നെങ്കിലും ഒരു ദിവസം ദൂരത്ത് നിന്നെങ്കിലും തൻ്റെ മകളെ ഒന്ന് കാണണമെന്നാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. നേരത്തെ ചികിത്സിച്ചിരുന്നവർ ആവശ്യമില്ലാത്ത മെഡിസിൻസൊക്കെ അവരുടെ ദേഹത്ത് ഇൻജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികമായി തളർന്നിരിക്കുവാണ് പാവം. ഇനി എന്താ നിന്റെ പ്ലാന്? ഇനിയും വെച്ച് താമസിപ്പിക്കണോ? തരുൺ ചോദിച്ചു.
കണ്ണൻ ഒരു നിമിഷം അവൻ പറയുന്നത് കേട്ടിരുന്നു. എൻ്റെ പെണ്ണിൻ്റെ അച്ഛനെ ഇല്ലാതാക്കി അവളുടെ അമ്മയെ അവളുടെ കൺമുന്നിൽ നിന്നും അകറ്റി നരകിപ്പിച്ച് അവൾക്ക് അനാഥത്വം കൊടുത്ത് ഇത്രയും വേദനിപ്പിച്ചവനെ കൊല്ലാനുള്ള കലിയുണ്ട് എനിക്ക്. പക്ഷേ അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല അച്ഛനെയും മോനെയും. എൻ്റെ കൃഷ്ണ അനുഭവിച്ചതിൻ്റെ ഇരട്ടി അവന്മാർ അനുഭവിക്കണം. അവളേക്കാൾ ഇരട്ടി കണ്ണീർ കുടിക്കണം. അതിന് നമ്മൾ വെറുതെ പോയി അവരുടെ വലയിൽ വീഴരുത്. ഇതിനോടകം അവർക്ക് ഇവിടെ വന്ന് എന്നെ ഉപദ്രവിച്ച് കൃഷ്ണയെയും കൊണ്ട് പോകാൻ ശ്രമിക്കാമായിരുന്നു. എന്തെങ്കിലും രീതിയിൽ അവരെന്നെയോ കൃഷ്ണയെയോ വീട്ടിലുള്ളവരെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? അവരെടുത്തു ചാടാതെ കാത്തിരിക്കുവാണ് വല വിരിച്ച് തക്ക കിട്ടുമ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ. അതാണ് വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ ആ വലയിലേക്ക് പോയി വീഴരുതെന്ന് പറഞ്ഞത്. കണ്ണൻ പറഞ്ഞു നിർത്തി അവരെ നോക്കി. അത് ശരിയാണല്ലോ, അവരെന്തുകൊണ്ട് അടങ്ങി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചതേയില്ല. ജാനകി അമ്മ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, എൻ്റെ കൃഷ്ണ ഈ ലോകത്ത് അനാഥാകപ്പെട്ട ദിവസം, അവൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച ദിവസം തന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള സമ്മാനമായി അവളുടെ അമ്മയെ അവൾക്ക് കൊടുക്കണമെന്ന്. അതെൻ്റെ വാശിയാണ്. ആ ഒരു ദിവസം വരെ അവരെ പ്രലോഭിപ്പിക്കാതെ സംയമനം പാലിച്ചേ മതിയാകൂ നമുക്ക്. ഇന്നേക്ക് 3-ാം ദിവസം എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര പേർ ശത്രുക്കളായി ചുറ്റിനും നിരന്നാലും എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ജാനകി അമ്മയെ അവിടെ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കും. അതെൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. കണ്ണൻ വാശിയോടെ പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവർ തമ്മിൽ നോക്കി. കണ്ണ, ഞങ്ങൾ ജീവനോടെ ഉള്ളപ്പോൾ നിനക്കെന്തെങ്കിലും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഞങ്ങളൊപ്പം ഇല്ലടാ എല്ലാത്തിനും. ആദ്യം അവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. അത് തന്നെ, ഞങ്ങളൊപ്പം ഇല്ലേ? തരുൺ പറഞ്ഞു. നിന്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും സംശയം കാണുമോ? രാഹുൽ തരുണിനെ നോക്കി ചോദിച്ചു. ഏയ്, അങ്ങനെ ഒന്നും ഇല്ലടാ. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അച്ഛൻ അത് ഡീൽ ചെയ്തോളൂ. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അമ്മയാണ്. ആദ്യം അമ്മയെ അവിടെ നിന്ന് രക്ഷിക്കണം. എന്നിട്ട് വേണം ആ പ്രദീപിനെ എനിക്കൊന്ന് പെരുമാറാൻ. അതിനുശേഷം രാജഗോപാലനും മോനും. അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ശിവകുമാർ അങ്കിളിനെ ഒന്ന് കാണണം. അങ്കിളിൽ നിന്നും പല വിവരങ്ങളും അറിയാനുണ്ട്. കണ്ണൻ പറഞ്ഞു. നീ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അച്ഛനെ ഇവിടേക്ക് വിളിക്കാം. ആ രാജഗോപാലൻ്റെ അച്ഛനെ പല രീതിയിൽ ചതിച്ചതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങേര് ചിന്തിച്ചു കൂട്ടിയതെല്ലാം വെറുതെയാണെന്ന് വൈകാതെ തെളിയിച്ചു കൊടുക്കും ഞാൻ, തരുൺ കുടിലതയോടെ പറഞ്ഞു. പെട്ടെന്ന് കുളപ്പടവിൻ്റെ അടുത്ത് കാൽപെരുമാറ്റം കേട്ടപ്പോൾ അവർ സംസാരം നിർത്തി. അവർ നോക്കിയപ്പോൾ പെൺപട ഒരു ട്രേയിൽ കട്ടൻ ചായയുമായി വന്നതാണ്. വേണി ട്രേ താഴേക്ക് വെച്ചു. എന്താണ്, വലിയ സംസാരത്തിലാണല്ലോ എല്ലാവരും? വേണി കണ്ണൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ, ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കുമായിരുന്നു. കണ്ണൻ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അവർ പിന്നെയും കുറച്ചു നേരം കൂടി അവരെ കൊച്ചു വർത്തമാനം പറഞ്ഞിരുന്നു. സന്ധ്യയായപ്പോൾ എല്ലാവരും തിരികെ വീട്ടിലേക്ക് കയറി. വേണി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് വിളക്ക് വെച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം 2 ദിവസം എല്ലാവരും അവിടെ തന്നെ നിൽക്കാമെന്ന് സമ്മതിച്ചു. വേണിയും മറ്റുള്ളവരും ഓരോ ജോലികളിലേക്ക് കടന്നപ്പോൾ കണ്ണനും ആദിയും കൂടി പുറത്തേക്ക് പോയി. വേണിയും അല്ലിയും രശ്മിയും അമ്മയോടൊപ്പം അടുക്കളയിൽ സഹായിച്ചു. കഥ പറഞ്ഞിരുന്നപ്പോൾ അച്ചു മാത്രം നടുമുറ്റത്ത് മാനം നോക്കിയിരുന്നു. എന്തുകൊണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് അവൾക്ക് തോന്നിയത്. തൂണിലേക്ക് ചാരിയിരുന്ന അവളുടെ കാതുകളിലേക്ക് വളരെ സോഫ്റ്റ് മ്യൂസിക്കിൻ്റെ ട്യൂൺ കേൾക്കാൻ തുടങ്ങി. അവൾ അത് കേട്ടുകൊണ്ട് എഴുന്നേറ്റ് ചുറ്റിനും നോക്കി. മുകളിൽ നിന്നാണ് ആ സംഗീതം കേൾക്കുന്നതെന്നറിഞ്ഞ് അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങി. ആരും മയങ്ങി പോകുന്ന തരത്തിലുള്ള ആ മ്യൂസിക്കിൽ അവൾ മയങ്ങിയെന്ന് തന്നെ പറയാം. ഏതോ സ്വപ്നത്തിലെന്ന പോലെ അവൾ ഓരോ പടിയും കടന്ന് മുകളിലെത്തി. തരുണിൻ്റെ റൂമിൻ്റെ മുന്നിലെത്തിയപ്പോൾ സൗണ്ട് കുറച്ചുകൂടെ കൂടിയപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ നിന്നാണ് പാട്ട് കേൾക്കുന്നതെന്ന്. മറ്റൊന്നും ഓർക്കാതെ ചാരിക്കിടന്ന ആ ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി. ഡിം ലൈറ്റ് ഇട്ടിരുന്ന ആ മുറിയിൽ ആ സംഗീതം മുഴങ്ങിക്കേട്ടു. അവളുടെ മുൻപിൽ പുറംതിരിഞ്ഞിരുന്ന തരുൺ ആരോ പുറകിൽ നിൽക്കുന്നതായി തോന്നിയപ്പോൾ തിരിഞ്ഞു നോക്കി. അവളെ അവിടെ കണ്ടതിൻ്റെ ഞെട്ടൽ അവൻ്റെ മുഖത്തുനിന്ന് പ്രകടമായിരുന്നു. എന്നാൽ അതിലും വലിയ ഞെട്ടിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു അച്ചു. അത് കണ്ട് സംശയത്തോടെ അവൻ അവളുടെ മുൻപിൽ വിരൽ ഞൊടിച്ചു. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നെന്ന പോലെ അവൾ ഉണർന്നു. എന്താടോ ഇങ്ങനെ നോക്കുന്നേ? ഗ്രീൻ ഐസ്, ലെൻസ് വെച്ചിട്ടുണ്ടോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. ലെൻസ് വെക്കാറുണ്ട്, ബട്ട് ഇപ്പോഴല്ല, ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ. ഇതാണ് എൻ്റെ ഒറിജിനൽ ഐസ്.
അല്ലാത്തപ്പോൾ ഞാൻ ബ്ലാക്ക് ലെൻസാണ് വെക്കുന്നത്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ശരിക്കും? ആന്നേ, വിശ്വാസമില്ലെങ്കിൽ തൊട്ട് നോക്കിക്കോ. ദാ. അത് പറഞ്ഞ് അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഞാൻ ഇത്രയും അടുത്ത് ആദ്യമായി കാണുക. എന്ത്? അല്ല, ഈ പാമ്പിൻ കണ്ണേ. ദേ പെണ്ണെ, തൂക്കിയെടുത്ത് എറിയും ഞാൻ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഷേടാ, ഞാനൊരു സത്യം പറഞ്ഞതിന് ഇയാളെന്തിനെങ്ങനെ ചൂടാവുന്നേ? അവളൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അല്ല, എന്താണ് ഇവിടെ? അവൻ കയ്യും കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. എനിക്കിവിടെ വന്നൂടെ? അവൾ പിരികുയർത്തി. അല്ല, അടിയനെ മുഖ്യ ശത്രുവായി ആണല്ലോ താങ്കൾ കാണുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ അടുത്തേക്ക് എന്തിനാണാവോ വന്നത്? ശത്രുവോ? ആരാ പറഞ്ഞേ? അവളും ചിരിയോടെ ചോദിച്ചു. അത് പറയാനുണ്ടോ? എന്നെ കാണുമ്പോൾ തന്നെ കടിച്ചു കയറാൻ വരുന്നത് നീയല്ലേ? ഓ അങ്ങനെ. ഓക്കെ, ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. അവൾ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ആ, ആലോചിക്കട്ടെ. ഓഹോ, വെറുതെ പറഞ്ഞതാടോ ഫ്രണ്ട്സ്. അവനും കൈനീട്ടി അവളുടെ കയ്യിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഇതെന്താ കയ്യിൽ മൊത്തം ചെളി? അവൻ്റെ കയ്യിൽ അവിടെയും ഇവിടെയായി ചെളിയിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാനിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാറുണ്ട്. അവൻ അവളുടെ മുൻപിൽ നിന്ന് മാറി ടേബിളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പ്രതിമ നോക്കി പറഞ്ഞു. വാവ്, ദിസ് ഈസ് അമേസിങ്. ശരിക്കും ഇങ്ങനെ ഒരു കഴിവ് ഇയാൾക്കുണ്ടായിരുന്നോ? അവൾ കുനിഞ്ഞ് അതിലേക്ക് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. ഒരാട്ടിൻകുട്ടിയെ കയ്യിലെടുത്തു കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അവൻ കണ്ണും മണ്ണ് കുഴച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? എന്തുകൊണ്ടാ പെണ്ണിൻ്റെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്? അവൾ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, അവനൊരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ ചോദിക്കാൻ വന്ന കാര്യം വിട്ടുപോയി. ഇതേതാണ് മ്യൂസിക്? ഭയങ്കര അഡിക്റ്റായി തോന്നുന്നു. നമ്മളെ പിടിച്ചു നിർത്തും പോലെ. അവൾ അവനെ നോക്കി ചോദിച്ചു. ഇത് 1000 Years എന്ന സോങ്ങിൻ്റെ പിയാനോ വേർഷനാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഞാനിത് പ്ലേ ചെയ്യാറുണ്ട്. ഹോളിവുഡ് സോങ് ആണോ കേൾക്കാറുള്ളത്? അവനുണ്ടാക്കിയ ആ പ്രതിമയിലേക്ക് വീണ്ടും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അങ്ങനൊന്നുമില്ലടോ, എനിക്കൊരുപാട് ഇഷ്ടമുള്ള കുറച്ച് ഇംഗ്ലീഷ് സോങ്സ് ഉണ്ട്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. ഞാനും അതുപോലൊക്കെ തന്നെയാ. മ്യൂസിക്കിൽ നമ്മൾ ടേസ്റ്റ് അപ്പോൾ ഒരുപോലെയാണ് അല്ലേ? അവൾ ചിരിയോടെ ചോദിച്ചു. ആ അതെ. അവൻ അത് പറഞ്ഞ് അവൻ്റെ വിരൽ പറ്റിയിരുന്ന ചെളി അവളുടെ മൂക്കിൻ തുമ്പിലേക്ക് പുരട്ടി. ഷോ, എന്തേ ചെയ്തേ? അതും പറഞ്ഞ് അവനെ കണ്ണ് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ ടേബിളിൽ ബാക്കി ഉണ്ടായിരുന്ന ചെളി കുറച്ചെടുത്ത് അവൻ്റെ കവളിൽ പുരട്ടി. നീ കൊള്ളാലോ കുറുമ്പി. അവൻ തൻ്റെ കവളിലേക്ക് കൈ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ ബാക്കി ചെളി കൂടി അവൻ്റെ മുഖത്തേക്ക് തേക്കാൻ ഒരുങ്ങി. എന്നാൽ അപ്പോഴേക്കും തരുൺ അവളുടെ കൈകൾ പിടിച്ച് അവളുടെ തന്നെ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ചതും അച്ചുവിൻ്റെ പൊട്ടിച്ചിരി നിലച്ചു. തരുണിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും വീക്ഷിച്ചു. ഇതുവരെ തോന്നിയിട്ടില്ലാത്തൊരു വെപ്രാളം തോന്നി അച്ചുവിന്. അവനെ തള്ളി മാറ്റാൻ ബുദ്ധി പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് ചേർന്ന് നിൽക്കാൻ അവളോട് ആരോ പറയുന്നത് പോലെ തോന്നി. എന്തിനാ പെണ്ണിൻ്റെ രൂപമുണ്ടാക്കിയിരുന്നെന്ന് ചോദിച്ചില്ലേ നീ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം സ്ത്രീക്കാണ്. സ്ത്രീയേക്കാൾ സൗന്ദര്യം മറ്റൊന്നിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ മുടിയിഴകൾ മുതൽ വിരൽ തുമ്പ് വരെ സൗന്ദര്യമുള്ളതായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പെണ്ണിൻ്റെ രൂപം ഉണ്ടാക്കുന്നത്. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ കണ്ണു വിടർത്തി അവനെ നോക്കി. ഇയാൾ കൊള്ളാലോ, അത്രയ്ക്കൊക്കെ സൗന്ദര്യം പെണ്ണിനുണ്ടോ? അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. പെണ്ണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിന്നെ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണ് കൂർപ്പിച്ചു നോക്കി. കണ്ണൻ്റെ ശബ്ദം താഴെ നിന്നും കേട്ടപ്പോഴാണ് തരുൺ അവൻ്റെ കൈ അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയത്. കണ്ണൻ വിളിക്കുന്നത് കേട്ട് അച്ചു പെട്ടെന്ന് തന്നെ അവനെ വിട്ട് താഴേക്ക് നടന്നു. തൊട്ടുപുറകെ കയ്യിലുള്ള ചെളി തുടച്ചുകൊണ്ട് അവനും താഴേക്ക് വന്നു. കണ്ണനും ആദ്യം പുറത്തു പോയി ഒരു കേക്കുമായാണ് വന്നത്. അടുക്കളയിൽ അമ്മയ്ക്കും നിന്നിരുന്ന വേണിയും രശ്മിയും പോയി വിളിച്ചുകൊണ്ട് വന്നു. ഒപ്പം അല്ലി പോയി അവൾ ഉണ്ടാക്കിയ കേക്കും എടുത്ത് ഹാളിലേക്ക് വന്നു. അല്ലി ഇതിനിടയിൽ അമ്മായിയെ പോയി വിളിച്ചെങ്കിലും വരാൻ കൂട്ടാക്കിയില്ല. പിന്നെ അവൾ നിർബന്ധിച്ചാണ് അമ്മായിയെ അവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് അവർ നിൽക്കുന്നത്. കണ്ണനൊപ്പം തൻ്റെ അമ്മായിയും കാണുമെന്ന് ആഗ്രഹിച്ചിരുന്ന വേണിക്ക് നിരാശയായിരുന്നു ഫലം. അവളൊരു നിർവികാരതയോടെ കണ്ണനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ കണ്ണൻ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. ഞാൻ തറവാടിൻ്റെ അടുത്ത് വരെ പോയിരുന്നു. അമ്മായിയെ വിളിച്ചപ്പോൾ അയാളും രഞ്ജുവും വീട്ടിലുണ്ടെന്നറിഞ്ഞു. അതാണ് ഞാൻ പോയി കൊണ്ടുവരാഞ്ഞത്. ഞാൻ ആവേശത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് അമ്മായിക്ക് കൂടി ബുദ്ധിമുട്ടാകില്ലേ? അതാ ഞാൻ. ഏയ് സാരില്ല ഏട്ടാ, അമ്മായിയുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അത് മതി. അതെ, വന്നേ കേക്ക് കട്ട് ചെയ്യുക.
അവർ രണ്ടാളും ടേബിളിൻ്റെ മുന്നിലേക്ക് ചെന്നു. അല്ലി ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റ് ആയിരുന്നു. ആദ്യം അതാണ് അവൾ കട്ട് ചെയ്തത്. ആദ്യത്തെ പീസ് കണ്ണൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് അടുത്തത് വേണി മുത്തശ്ശിക്ക് കൊടുത്തു. പിന്നെ അച്ഛൻ, അമ്മ. അതിനുശേഷം ആരും പ്രതീക്ഷിക്കാതെ അവൾ അമ്മായിയുടെ അടുത്തേക്ക് ചെന്നൊരു പീസ് വായിലേക്ക് നീട്ടി. അങ്ങനെ നീക്കം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ അവളെയും കയ്യിലേക്ക് മാറി മാറി നോക്കി. അമ്മായിക്ക് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആരോടും മനസ്സിൽ ദേഷ്യം വെച്ച് പെരുമാറാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തരും എനിക്കെൻ്റെ സ്വന്തം കുടുംബമാണ്, അമ്മായിയും. അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. അമ്മായി അറിയാതെ തന്നെ വാ തുറന്നു. അവൾ ആ പീസ് അവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവളുടെ പ്രവൃത്തി കണ്ണൻ്റെയും മറ്റുള്ളവരുടെയും മനസ്സ് നിറച്ചു. അവൾ അടുത്തത് അച്ചുവിനും അല്ലിക്കും രശ്മിക്കും തരുണിനും രാഹുലിനും ആദിക്കുമൊക്കെ ഓരോ പീസ് വീതം കൊടുത്തു. അവർ തിരിച്ചു. കണ്ണൻ വാങ്ങിയത് ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. അവൾ അതും കട്ട് ചെയ്തു. എല്ലാവരും അതും കഴിക്കാൻ തുടങ്ങി. എല്ലാവരും കൂടിയുള്ള ഫോട്ടോസ് എടുത്തും വേണിക്ക് ഗിഫ്റ്റുകൾ കൊടുത്തും അന്നത്തെ രാത്രി അവൾ ചിലവഴിച്ചു.